പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങളുമായി സംവദിക്കാൻ വന്നത് ദൈവവും സ്നേഹവും. നമുക്കറിയാം, നമ്മൾ ബഹുഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്, ദൈവത്തിന് വേണ്ടി പല ത്യാഗങ്ങളും ചെയ്യുന്നവരാണ്. പക്ഷേ എല്ലാവരൊന്നും ആ പൂർണ്ണതയിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ പാതി വഴിയിൽ വെച്ച് നിർത്തി പോകേണ്ടി വരുന്നു. ദൈവവിശ്വാസികളല്ലാത്തവർ നന്നായി ജീവിക്കുന്നുമുണ്ട് നമ്മുടെ മുന്നിൽ. രണ്ട് കാഴ്ചപ്പാടാണ്. ചരക സംഹിത നോക്കിയാൽ അവിടെ പ്രസൻറ്റാണ്. ഹിയർ ആൻഡ് നൗ. ജീവജാലങ്ങളോട് കാരുണ്യം കാണിക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക. അങ്ങനെ എന്താണോ ഈ ജീവരാശികൾക്ക് തൻ്റെ സഹജീവികളോട് കാരുണ്യം കാണിക്കുന്നതിന് വലിയൊരു ആരാധനയാണ്. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ് സ്നേഹം. ലവ് ഈസ് ഗോഡ് എന്ന് യേശുദേവൻ പറഞ്ഞു. മഹാനായ ഓഷോവും പറഞ്ഞു, നമുക്ക് സ്നേഹം വേണം, പ്രണയം വേണം, പരസ്പര ബഹുമാനം വേണം, ജീവിതത്തോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്. ജീവിതം നമുക്ക് ലഭിച്ചു, വലിയൊരു അനുഗ്രഹമാണത്. അതിനെ നമ്മൾ ഓരോ പ്രഭാതത്തിൽ നമ്മൾ സ്നേഹപൂർവ്വം ഉണരുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും, പരോപകാരമാർത്ഥമിത ശരീരം. വ്യാസമഹർഷി ഈ വേദാന്തം മുഴുവൻ എഴുതി വെച്ചതാണ്. നമ്മൾ കാരണം മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും എളിയൊരു പ്രചോദനം നമ്മൾ കാരണം ഒരു സാന്ത്വനമുണ്ടാകും. അതൊരു നല്ല കാര്യമല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ദൈവത്തിനിപ്പം നമ്മളുടെ ഒരു ആവശ്യമില്ല. നമ്മളില്ലെങ്കിൽ ദൈവം നിലനിൽക്കും. ഈ ലോകം മുഴുവനും നിലനിൽക്കുന്നില്ല. നമ്മുടെ ചില്ലിക്കാശോ നമ്മുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മളൊരു മിഥ്യാധാരണയാണത്. എന്തോ ദൈവം ഈ കാശ് കൊണ്ട് പ്രസാദിക്കും, അല്ല നമ്മളെ വഴിപാട് കൊണ്ട്. ഇതൊക്കെ മനസ്സിന് തെറ്റില്ല, നല്ലതാണ്. ഒരു മനസ്സിനൊരു സമാധാനം കിട്ടാനും ഒരു അഭയം. അതിപ്പോൾ തെറ്റൊന്നുമില്ല. ദൈവമേ കാത്തുകൊള്ളുക നാരായണ ഗുരുദേവൻ പാർച്ചിട്ടുണ്ട്. നമുക്ക് വേറെ അഭയമില്ല. എത്ര പഠിച്ചാലും നമുക്ക് അതീതമായി ആകസ്മികമായി പല പ്രശ്നങ്ങളും വരാം. അപ്പോഴേക്കും ഒരു ആശ്വാസമാണ് ദൈവവിശ്വാസം. തെറ്റില്ല, പ്ലാസീവ് എഫക്റ്റ് പോലെ. പക്ഷേ നമുക്ക് ദൈവം തന്നെ നൽകിയൊരു ബുദ്ധിശക്തിയുണ്ട്, യുക്തി. അതിലൂടെയും കാര്യം ചിന്തിക്കണം. പെട്ടെന്നൊരു പ്രസൻറ്റിലൊരു അപകടം വന്ന് നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണിക്കണം. അതൊക്കെയാണ് പ്രായോഗികത. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അവിടെ ഉടനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം, മെഡിസിൻ സഹായം വേണം. അതിനുവേണ്ടി അവർ പഠിച്ചു, റിസർച്ച് ചെയ്തു. ധാരാളം മരുന്നുകൾ നമുക്ക് വേണ്ടി നമ്മളെ രക്ഷപ്പെടുത്താനാണ്. അതും ദൈവികം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്നേഹത്തെ ദൈവമായി കാണാൻ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഒഴിഞ്ഞു കിട്ടും. നമുക്ക് ദൈവത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ സ്നേഹിക്കുക എല്ലാ ജീവജാലങ്ങളെയും. അപ്പോൾ ഈ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്ന നമ്മുടെ സമ്പത്ത് മാനവരാശിക്ക്, അല്ലെങ്കിൽ മാധവസേവ, അതായത് മാനവസേവ ഈസ് മാധവസേവ. ഭഗവാൻ ശ്രീകൃഷ്ണനും പറഞ്ഞു പോയി. നമ്മൾ മനുഷ്യർക്ക് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ദൈവ ആരാധന തന്നെയാണ്. അത് സ്വാമി വിവേകാനന്ദനും പറഞ്ഞു പോയി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങളുടെ മുന്നിൽ വിശക്കുന്ന ദൈവപുത്രന്മാർ, അവരുടെ മുഖത്ത് നോക്കാതെ, അവർക്കൊന്നും നൽകാതെ നിങ്ങൾ ദൈവത്തിന് പാൽപ്പായസം കൊടുത്താൽ ആ ദൈവം അത് സ്വീകരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സ്നേഹത്തിലൂടെ ദൈവത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും. ദൈവത്തെ നമുക്ക് സ്നേഹമായി കാണാം. ഒരു നാണയത്തിന് രണ്ട് വശം പോലെ. ഈ ടോട്ടാലിറ്റിയാണ് ദൈവം എന്ന് പറഞ്ഞാൽ. ടോട്ടാലിറ്റിയാണ്. ഈശാവാസ്യമിതം സർവ്വം, എല്ലാറ്റിലും ഉള്ളതാണ്. അത് ആരുടെയും സ്വന്തം കുത്തകയൊന്നുമല്ല. അത് സമ്പന്നന്മാർക്കുള്ളതല്ല, ദാരിദ്ര്യം എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ വായു പോലെ, വെള്ളം പോലെ, അഗ്നി പോലെ. ഇതിനൊന്നും യാതൊരു പക്ഷഭേദവുമില്ല. അതിൽ ജാതി മതവുമില്ല, ഒന്നുമില്ല. പാപി പുണ്യവാളനില്ല. എല്ലാവർക്കും ഒരേപോലെ അതിൻ്റെ ഡ്യൂട്ടി. അഗ്നി എല്ലാവരെയും പൊള്ളിക്കും. എല്ലാവർക്കും അതുകൊണ്ട് ധാരാളം കാര്യം നേടിയെടുക്കാം. അതേപോലെ തന്നെ വായു, ഓക്സിജൻ എല്ലാവർക്കും തുല്യമാണ്. വെള്ളം അതുപോലെ തന്നെ, മെഡിസിൻ അതുപോലെയാണ്. അതിനും പാപി പുണ്യവാളനെന്നുള്ള പ്രശ്നമേ ഇല്ല. ആ മെഡിസിൻ ആർക്ക് അപ്ലൈ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ സ്ലോലി ബോധപൂർവം പിൻവാങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറേ സമാധാനവും ശാന്തിയും, പിന്നെ കൂടുതൽ ജീവിതത്തെ പഠിക്കുവാനുള്ള സമയവും കിട്ടും. നമുക്കറിയില്ല, ജീവിതം അജ്ഞാതമാണ്, എന്നും അജ്ഞാതം തന്നെയാണ്. എത്ര പഠിച്ചാലും തീരാത്തൊരു പ്രഹേളികയാണ് ഈ പ്രപഞ്ചം. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും വാല്യൂ ഉള്ളതാണ്. മോഹൻലാൽ പറഞ്ഞ പോലെ ഡോക്ടർ കലാനിധി, പോൾ കലാനിധിയുടെ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നതിടെ നോക്കുകയുണ്ടായി. അപ്പോൾ മരണത്തെ മുന്നിൽ വന്നു ഈ സമയം മുഴുവൻ നമ്മൾ ദൂർത്തടിച്ചു. നമ്മൾ പലതും സൃഷ്ടിച്ചെടുക്കേണ്ട നമ്മൾ അനവധി സമയം വേസ്റ്റാക്കി. അപ്പോൾ നമുക്ക് നമ്മളതായ ജന്മനിയോഗമുണ്ട്, അത് സാക്ഷാത്കരിക്കണം. അപ്പോഴാണ് നമ്മൾ സംതൃപ്തരായി ഈ ലോകത്തിന് നമ്മളതായ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് കടന്നു പോകണം. നമ്മൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരിലും സ്നേഹം ഉണ്ടാവട്ടെ. പരിശുദ്ധമായ അൺകണ്ടീഷണൽ ലവ്, നിരുപാധികമായ സ്നേഹം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.